ഹലോ ഗായ്സ്, നന്മ നിറഞ്ഞ ഒരു ദിവസത്തിലോട്ട് ഏവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നല്ലേ? എല്ലാം വഴിയേ മനസ്സിലാവും. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അട്ടപ്പാടിയിലെ നന്മ കൂട്ടായ്മയോടൊപ്പമാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ മാനേജറായ റംബാച്ചനാണ് ഇതിലെ പ്രധാന വ്യക്തി. അപ്പോൾ റംബാച്ചൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് പോകുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് കുറച്ച് ക്ലീനിങ്ങും ഡെക്കറേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും നേരത്തെ ചെന്ന് അതെല്ലാം വേഗം റെഡിയാക്കി. റംബാച്ചൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുട്ടികൾക്കും വലിയൊരു മാതൃകയാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ പറ്റുമ്പോഴെല്ലാം ഞങ്ങളെയും ചേർക്കാറുണ്ട്. അച്ഛൻ്റെ കൂടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്കും വളരെയധികം സന്തോഷമാണ്. ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്കും സ്പെഷ്യലായിരിക്കും. അത്യാവശ്യം കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫംഗ്ഷന്. ഈ നന്മ കൂട്ടായ്മ എന്ന് പറയുന്നത് ശരിക്കും നന്മയാണ് കേട്ടോ. അവരുടെ പ്രവർത്തനങ്ങൾ വില മതിക്കാൻ കഴിയാത്തതാണ്. ഇതിനോടകം അട്ടപ്പാടിയിലും അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ജോസഫ് സാർ പറഞ്ഞു തരും. അത് പൂർത്തിയാകുകയാണ്. നമുക്കറിയാം, ഇറ്റാലിയിൽ താമസിക്കുന്ന 3 കുഞ്ഞുങ്ങളാണ്. ഇവരുടെ മാതാപിതാക്കൾ 2020 നഷ്ടപ്പെട്ടു. കുട്ടികൾക്കൊരു ചേച്ചി കൂടിയുണ്ട്. ആ ചേച്ചിയും അവരുടെ അളിയനുമാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നത്. അവർ താമസിക്കുന്നതിൻ്റെ ചിത്രം, ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളം ഒഴുകി വരുന്ന ഒരു പാറയുടെ മുകളിൽ, അതിന് മുകളിൽ ഷെഡ് വെച്ച് കെട്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളും ഇവരെ സംരക്ഷിക്കുന്ന 2 പേരും താമസിക്കുന്നത്. ഈ കുട്ടികളിൽ 2 കുട്ടികൾ എൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അതിനു മുമ്പ് തന്നെ, ഞാൻ ആ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികളുടെ ഭവനത്തിൽ പോകാൻ ഇടയായിട്ടുണ്ട്. ഇവരുടെ ഈ അവസ്ഥ അട്ടപ്പാടിയിലെ ഞങ്ങളുടെ നന്മ പ്രസിഡന്റായ റംബാച്ചൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ റംബാച്ചൻ വളരെ താല്പര്യത്തോടുകൂടി നമുക്ക് ആ വീട്ടിലൊന്ന് പോകണം എന്ന് പറയുകയും, ആ മലയുടെ മുകളിൽ റംബാച്ചന് നടക്കുന്ന കയറുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. എന്നിട്ട് പോലും ഈ കുട്ടികളുടെ സാഹചര്യം മനസ്സിലാക്കാൻ ആ മലയുടെ മുകളിൽ നടന്ന് കയറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സ് എവിടെ നന്മ ചെയ്യണം എന്ന് എപ്പോൾ ചിന്തിക്കുന്നോ തീർച്ചയായിട്ടും ദൈവം അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹത്തിലൂടെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതം. അതിനുശേഷം ഈ കുട്ടികൾക്ക് വീട് പണിയാൻ, ആ പാറപ്പുറത്ത് പണിയാൻ കഴിയില്ല. കാരണം അത് പുറമ്പോക്ക് സ്ഥലമാണ്. അവിടെ സാധനങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആണ് ഇതിന് സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങിയത്. വീട് വയ്ക്കണമെങ്കിൽ ആദ്യം ഒരു സ്ഥലം കിട്ടണം. അങ്ങനെ പല വ്യക്തികളിലും പല പ്രദേശങ്ങളിലും ഞങ്ങൾ സ്ഥലം അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ കണ്ട പല സ്ഥലങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ട് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം, ഈ കുട്ടികൾക്ക് ഒരു വീട് പണിയാനുള്ള ഒരു സ്ഥലം സൗജന്യമായി നൽകിയത് ഏറ്റവും ബഹുമാന്യനായ ശ്രീ ബിനു എസ് നായരാണ്. അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ്, അദ്ദേഹം 3 സെന്റ് സ്ഥലം സൗജന്യമായിട്ട് നമുക്ക് നൽകുകയും ആ സ്ഥലത്ത് വീട് വയ്ക്കാൻ, ഇതിനു മുമ്പ് നമ്മുടെ കുട്ടികൾക്ക്, ചോളയൂർ ഉള്ള കുട്ടികൾക്ക് ഒക്കെ വീട് വെച്ച് നമ്മളെ സഹായിച്ച ഏറ്റവും വലിയ മനസ്സുള്ള ജോസ് സാറും ലിന ദമ്പതികൾ, അവരാണ് ഈ ഭവനത്തിന് ഫണ്ട് മുടക്കി വീട് പണി കഴിപ്പിച്ചത്. അങ്ങനെ ഒരു മനോഹരമായ ഭവനം പൂർത്തിയാകുകയും ആ ഭവനത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇങ്ങനൊരു ഭവനമായി എന്ന് പറഞ്ഞപ്പോൾ പല വ്യക്തികളും ആ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തന്നു സഹായിക്കുകയും ചെയ്തു. KSEBക്കാർ അവരുടെ താല്പര്യത്തിൽ, അവരുടെ സ്വന്തം റിസ്കിൽ വൈദ്യുത കണക്ഷൻ ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഏജൻസി ശ്രീ ബിജു മാതാ ഏജൻസി, അദ്ദേഹം ഗ്യാസ് സ്റ്റൗവും കണക്ഷനും സിലിണ്ടറും എല്ലാം അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. കുക്കമ്പാളം സ്കൂളിലെ ടീച്ചേഴ്സ് അവർക്ക് ആവശ്യമായ ഫർണിച്ചറുകളും മറ്റ് സാധനങ്ങളും വാങ്ങി കൊടുത്തിട്ടുണ്ട്.
അതുപോലെ റംബാച്ചൻ്റെ സുഹൃത്തുക്കൾ, പാത്രങ്ങൾ, അങ്ങനെ എല്ലാം കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചിട്ടുണ്ട്. സന്തോഷമുള്ള ഒരു ഭവനത്തിൽ സന്തോഷത്തോടുകൂടി അവർ ജീവിക്കട്ടെ, സമൂഹത്തിൽ ഉന്നത നിലയിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. ഈ ചടങ്ങിലേക്ക് ഏറ്റവും ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയാണ്. കാരണം അവർക്ക് ദൈവം നൽകിയ ഒരു ദാനം, ആ ദൈവത്തിൻ്റെ രൂപം ഇന്ന് അവർക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ദൈവം മനുഷ്യനായിട്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ചില സമയത്ത് ഭൂമിയിലേക്ക് അവതരിക്കും. ക്രിസ്മസ് കാലമാണ്. അങ്ങനെ മനുഷ്യരൂപത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് ആ കുട്ടികളുടെ ചുറ്റും നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മകളാണ് നമുക്കിന്ന് ഇത്രയും നല്ല ഒരു സുദിനത്തിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊരു സമ്മാനം കൊടുക്കാൻ, ക്രിസ്മസ് സമ്മാനം കൊടുക്കാൻ സാധിക്കുന്നത്. എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ കുഞ്ഞുങ്ങളെയും അവരുടെ കൂടെ വന്ന കുട്ടികളുടെ അളിയനുണ്ട്, ചേച്ചിയുണ്ട്. ആ മനുഷ്യനെയൊക്കെ നമ്മൾ, കാരണം സ്വന്തം മകനെ പോലെ തന്നെ ഈ 3 കുട്ടികളെയും നോക്കി വളർത്തുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ളതാണ്. നമ്മുടെ ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട റംബാച്ചനാണ്. റംബാച്ചനാണ് ഇന്ന് അട്ടപ്പാടിയിൽ നമുക്കറിയാം, ആര് എവിടെ വിഷമിക്കുന്നോ അവിടെ ഓടിയെത്താൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയോ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും നോക്കില്ല. ചിലപ്പോൾ പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ, കഴിഞ്ഞ ദിവസം മെഡിക്കൽ ക്യാമ്പൊക്കെ പങ്കെടുത്തപ്പം ഭക്ഷണം മരുന്നും കഴിക്കണം, അതുപോലും പലപ്പോഴും മറക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്നു ഈ നന്മ പ്രവർത്തനത്തിന് വേണ്ടി എന്നത് നമുക്കൊക്കെ മാതൃക കൂടിയാണ്. ശരിക്കും ഞങ്ങളെയൊക്കെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈശ്വര ചൈതന്യമാണ്. ബഹുമാനപ്പെട്ട റംബാച്ചനെ ഏറ്റവും ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഭവനം ഇന്ന് കുട്ടികൾക്ക് കൈമാറുന്ന ഈ നിമിഷത്തിൽ ഈ ഭവനം സാക്ഷാത്കരിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ജോസ് സാറ് ലെന ദമ്പതികൾ. അവരുടെ ആ വലിയ മനസ്സ്, നമുക്കറിയാം, ഒരു വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന് മുടക്കേണ്ടുന്ന തുക വലിയ തുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റംബാച്ചൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ അദ്ദേഹം മുൻപോട്ട് വന്നു. തീർച്ചയായിട്ടും എങ്ങനെ നമ്മൾ നമിച്ചാലാണ് അതിന് മറുപടിയാകുക എന്നറിയില്ല. ഏറ്റവും ബഹുമാനത്തോടു കൂടി അവരെ രണ്ടുപേരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വീടിന് സ്ഥലം തന്നത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട ബിനു എസ് നായർ അവർകളാണ്. അദ്ദേഹം അട്ടപ്പാടിയിൽ വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് അറിയാം, അട്ടപ്പാടിയിലെ ഓരോ വ്യക്തികളെയും അറിയാം, അട്ടപ്പാടിയെക്കുറിച്ച് അറിയാം. ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ്. ഒരു വാക്ക് ഷായിച്ചേട്ടനാണ്, ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചപ്പോൾ ഷായിച്ചേട്ടനാണ് അവസാനം വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ തന്നെ നോക്കട്ടെ എന്ന് പറയുകയും ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമുക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതെങ്കിലും കുന്നിൻ്റെ പുറത്ത് വെള്ളമെത്താത്ത വഴിയില്ലാത്തൊരു സ്ഥലമല്ല തന്നത്. ഒരു കുട്ടിക്ക് സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ അത് ഏറ്റവും നല്ലത് കൊടുക്കണം എന്നുള്ളത് ആ വലിയ മനസ്സാണ്. തീർച്ചയായിട്ടും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മ, സഹോദരി, ഭാര്യ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നും ജസാറിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കോയമ്പത്തൂർ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ. കഴിഞ്ഞ തവണയും നമ്മൾ ഇതിൻ്റെ കലിടി സമയത്തും ഒക്കെ അവരെത്തിയിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ചോളയൂർ വീട് വെച്ചെടുത്തപ്പോൾ ഇവർ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ റോട്ടറി ക്ലബിലെ ഭാരവാഹികളെയും അംഗങ്ങളെയും ഏറ്റവും ബഹുമാനത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട തഹസിൽദാർ സാറ് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കാനും സാധാരണക്കാരെ ചേർത്ത് പിടിക്കാനും പ്രത്യേകം മനസ്സ് കാണിക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ നമ്മൾ ക്ഷണിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി സാറ് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. സാറിനെയും ഏറെ ആദരവോടുകൂടി നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കുട്ടികൾക്ക് പഞ്ചായത്തിന്റെ സഹായവും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും അതുപോലെ എല്ലാ സഹായവും ഉള്ളതുപോലെ തന്നെ
അവരുടെ മറ്റു കാര്യങ്ങളിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇപ്പോൾ നമുക്ക് പോലീസിന്റെ സഹായം കൂടെ ഉണ്ട്. ഫൈസൽ നമ്മുടെ നന്മ പ്രവർത്തനത്തിൽ എപ്പോഴും നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വിവിധ ഊരുകളിലെ കേക്ക് വിതരണം നടത്തിയപ്പോഴും മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വവും അദ്ദേഹത്തിന്റെ ഒരു സഹകരണവും സഹായവും അദ്ദേഹത്തിന്റെ ഒരു കോർഡിനേഷനും ആ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അട്ടപ്പാടിയിൽ ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ മനസ്സിനുടമ കൂടിയാണ് ഫൈസൽ കോരത്ത് സാറ്. ഷോളി രസയാണ് അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി നമ്മുടെ വാർഡ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ബാലകൃഷ്ണൻ സാറ്, അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെയുള്ള എത്തിച്ചേർന്നുള്ള പുത്തമ്പാളയം സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്, സെന്റ് ജെയിംസിലെ ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ നന്മ കൂട്ടായ്മയിലെ ആൾക്കാരെല്ലാവരും ഉണ്ട്, കുട്ടികളുണ്ട്, സ്കൂളിലെ കുട്ടികളുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താക്കോൽദാനമാണ്. താക്കോൽദാനം നടത്തുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട മാഷിനെ ക്ഷണിക്കുകയാണ്. അങ്ങനെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയ ദിവസമായിരുന്നു അന്ന്. അങ്ങനെ വീടില്ലാത്ത കുട്ടികൾക്ക് വീട് വെച്ചു കൊടുത്തപ്പോൾ അവരുടെ സന്തോഷം കാണണമായിരുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ആ കുട്ടികൾക്ക് ഗിഫ്റ്റായി ലഭിച്ചിരുന്നു. കുട്ടികൾക്ക് കിട്ടിയ ഗിഫ്റ്റും കണ്ട് ഉച്ചയൂണും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് സന്തോഷത്തോടെ യാത്ര തിരിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ കൂടുതൽ വീഡിയോ കാണുന്നതിനായി അട്ടപ്പാടി ബോയ്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.